മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ എക്കാലവും ഓർത്തു വെക്കാനുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പിറന്നാളിനും നമ്മൾ പിറന്നാളുകാരന് അങ്ങോട്ടാണ് ഒരു സമ്മാനം കൊടുക്കുക. പക്ഷേ MT സർ അദ്ദേഹത്തിന്റെ മനോഹരമായ തൂലികയിൽ നിന്നും മനോരഥങ്ങൾ എന്ന പേരിൽ Z5-ഉം സരിഗമയും ചേർന്നൊരുക്കിയ അദ്ദേഹത്തിന്റെ 9 കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ ഒരു പിറന്നാൾ ദിനത്തിൽ മലയാള സിനിമയ്ക്ക് മുൻപിൽ, ലോക സിനിമയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നത്. നിറഞ്ഞ കൈയോടുകൂടി തന്നെ 91 വയസ്സിന്റെ ചെറുപ്പം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MT സാറിനെ നമുക്ക് ഒരിക്കൽ കൂടി ആശംസിക്കാം. നല്ല കൈഡികൾ കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഓരോ താരങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. MT സാറിന് വേണ്ടി ഒരു ട്രിബ്യൂട്ട് വീഡിയോ ഇപ്പോൾ ഇൻവോൾവ് വരുന്നതായിരിക്കും. പ്ലീസ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. വേദിയിൽ നിൽക്കുമ്പോൾ 3 പേരുടെയും മുഖത്തൊരു സ്വപ്ന സാക്ഷാത്കാരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മലയാളത്തിൽ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഓരോ നടന്റെയും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും MT വാസുദേവൻ നായർ സാറുടെ തൂലികയിൽ പിറന്ന ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ അഭ്രപാളിയിൽ ജീവിക്കുക എന്നുള്ളത്. ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള 3 പേര് ഇന്നിവിടെയുണ്ട്. സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്റ്റിലൂടെയുള്ള അനുഭവം MT സാറിന്റെ കഥാപാത്രങ്ങളായി അഭിനയിച്ചപ്പോൾ, ജീവിച്ചപ്പോൾ, അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോൾ ഉള്ള അനുഭവം പ്രേക്ഷകരോട്. ആദ്യം തന്നെ ബിജു ചേട്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് MT സാറിന് എൻ്റെ പിറന്നാൾ ആശംസ. എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു MT സാറിൻ്റെ ഒരു സിനിമയുടെയൊക്കെ ഭാഗമാവണമെന്നുണ്ട്. നടക്കില്ലോ എന്ന് അറിയില്ലായിരുന്നു. എന്തോ ഭാഗ്യം പോലെ ഇത്രയും സാറിലൂടെ അത് സംഭവിച്ചു. ഒരു സ്വപ്നം പോലെയായിരുന്നു അത്. ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് ലെജൻസിനെ ഇവിടെ കാണാൻ കഴിഞ്ഞു, അവരോടൊരു വേദി പങ്കിടാൻ കഴിഞ്ഞു. ടെൻഷനുണ്ട് തീർച്ചയായിട്ടും. അത്രയും ലെജൻസിനോട് നിൽക്കുന്നു. ഒരുപാട് ഭാഗ്യം, സന്തോഷം. ഗോഡ് ബ്ലെസ്. നമസ്കാരം MT സർ, പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. MT സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച 2ാമത്തെ സിനിമയാണ് മനോരഥങ്ങൾ. ഇതിനു മുൻപും ഒരു മുഴുനീള ഫീച്ചർ ഫിലിമിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു. എന്റെ തലമുറയിൽപ്പെട്ട, അല്ലെങ്കിൽ 2000-ന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനടന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം, ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അച്ഛൻ മാത്രമല്ല, അച്ഛന്റെ കുടുംബക്കാര്. ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. MT സാറിന്റെ തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് എന്ന ഈ സിനിമ ചെയ്തിരിക്കുന്നത്. വെരി വെരി ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു ഇന്ദ്രേട്ട. ആസിഫ്. എല്ലാവർക്കും നമസ്കാരം. ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ MT സർ. ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി MT സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ്. അന്ന് ഒരു മലയാളി ലുക്കില്ല എന്നും പറഞ്ഞ് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. അതിനുശേഷം നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. അശ്വതി മാം, സാറിന്റെ മകൾ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. മധുബാലയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും ആസിഫ്. അപ്പോൾ